പ്രൊഫസർ ജോസഫ് ആന്റണി, നിലനിൽപ്പ് തന്നെ അവതാളത്തിലായതുകൊണ്ടല്ലേ ഗർജിക്കുന്ന സിംഹമായി ഇസ്രയേലിന് മാറേണ്ടി വന്നത്? ഇവിടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു, അതായത് ആണവായുധ പരിപാടി ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, ഇറാൻ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ കൂടുതൽ രൂക്ഷമായ ആക്രമണം ഇറാൻ നേരിടേണ്ടി വരും എന്ന് പറയുന്നു. മാത്രമല്ല, അവരുടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് ഇസ്രയേൽ ആത്മരക്ഷാർത്ഥം നടത്തിയ ഒരു ആക്രമണം ആണ് ഇത് എന്ന് പറയുന്നു. വരും ദിവസങ്ങളിൽ ഇത് രൂക്ഷമാകാനുള്ള സാധ്യത ഉണ്ടോ? എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അനന്തരഫലങ്ങൾ? തീർച്ചയായും ഇത് രൂക്ഷമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് രൂക്ഷമാകാനുള്ള സാധ്യതയുള്ളത്? രൂക്ഷമാകാനുള്ള സാധ്യതയുള്ളതിൻ്റെ കാരണം ഇസ്രായേൽ ഇറാനിൽ നടത്തിയിരിക്കുന്ന ആക്രമണം അതിരൂക്ഷമായ ആക്രമണമാണ്. അതിരൂക്ഷമായ ആക്രമണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുമ്പോൾ സംഭവിക്കുന്നത് പോലുള്ള ഒരു ആക്രമണമല്ല ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയത്. ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയത് വളരെ സൂക്ഷ്മമായ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ പോലെയുള്ള ആക്രമണമാണ്. അതായത് അവരുടെ സേനാ നായകന്മാരെ മുഴുക്കെ ഒരു 3-4 പേരെ തെരഞ്ഞുപിടിച്ച് അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആളുകളെ ഇല്ലാതാക്കുന്നു. ഇതിൻ്റെ ഈ ആക്രമണത്തിന് നിദാനമായ ആണവ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഫിസിക്കലി എലിമിനേറ്റ് ചെയ്യുന്നു. ആണവ കേന്ദ്രങ്ങളെ, ആണവ പ്ലാന്റുകളെ ആക്രമിക്കുന്നു. ഈ തരത്തിൽ ഉള്ള ആക്രമണമാണ് നടത്തിയത്. അപ്പോൾ സേനാനായകർ, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളായിട്ടുള്ള സൈനിക നേതൃത്വത്തെ ഇല്ലാതാക്കുന്നു. ഇറാൻ്റെ നിലനിൽപ്പിന് ആണവ ആയുധം അല്ലെങ്കിൽ ആണവ ഊർജം ആവശ്യമാണെന്ന് കരുതുന്ന ആ രാജ്യത്തിൻ്റെ ആ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഇല്ലാതാക്കുന്നു. അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അതിനെതിരെ പ്രതിരോധിക്കാൻ ഇറാൻ നിർബന്ധിതമാണ്. കാരണം അങ്ങനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ലെജിറ്റിമസി, ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരം നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ വാസ്തവത്തിൽ ഇറാൻ ദുർബലമായി നിൽക്കുകയാണെന്ന് നല്ലപോലെ അറിയാവുന്ന രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇത് ഏറ്റവും പറ്റിയ സമയമാണ് ഇവരെ കൂടുതൽ ആക്രമിച്ച് അവരുടെ ഈ ആണവ പദ്ധതിയെ അവസാനിപ്പിക്കാനുള്ള അവസരമാണെന്നുള്ള നിലയ്ക്കാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. അതും കൂടെ ആ ഒരു വശം കൂടെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ചർച്ച പൂർണ്ണമാവുള്ളൂ. നമ്മൾ കാണേണ്ട ഒരു കാര്യം, 2015 ഇറാൻ ആണവ പദ്ധതികൾ ഇത് ആയുധവുമായി ബന്ധപ്പെട്ട ആണവ പദ്ധതികൾ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാറിൽ ഒപ്പിട്ടിരുന്നു. അന്ന് ആ കരാറിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഒബാമയും അന്നത്തെ യൂറോപ്യൻ ഈ പഞ്ചമഹാശക്തികളെന്ന് പറയുന്ന രാജ്യങ്ങളും ജർമ്മനിയും ചേർന്നിട്ടാണ് JCPOA എന്ന് പറയുന്ന എഗ്രിമെൻറ്റിൽ വന്നത്. അങ്ങനെ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്കിനി ആയുധം ഉണ്ടാക്കുന്നതിനുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ഞങ്ങൾ നടത്തുന്നില്ല, ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾ കൈമാറുന്നു, ഞങ്ങൾക്കിനി അങ്ങനെയുള്ള ആയുധ പദ്ധതികളിൽ എന്ന് മാത്രമല്ല ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ ഞങ്ങൾ ഈ പരിശോധനയ്ക്ക് വിളിക്കുന്നു. അവർക്ക് പരിശോധിക്കാം, അവർക്ക് റിപ്പോർട്ട് നൽകാം, അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കാം. അതുകൊണ്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ കുറച്ച് ഉപരോധങ്ങളൊക്കെ ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ആ സമയങ്ങളിൽ 2015 മുതൽ 2018 വരെയുള്ള കാലത്ത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർ ഇവരുടെ പ്ലാന്റുകൾ സന്ദർശിക്കുകയും നിരന്തരമായി റിപ്പോർട്ട് നൽകുകയും അവർ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇത് അനുസരിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. എവിടെയാണ് ഈ താളപ്പിഴ ഉണ്ടായത്? താളപ്പിഴ ഉണ്ടായത് 2018 ട്രംപ് ഒന്നാമത് അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഈ അഗ്രിമെൻറ്റിനെ ഞാൻ അനുകൂലിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ അഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ആ യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്ക് കഴിയാവുന്നത്ര പരമാവധി അന്ന് ഒന്നാം ഭരണകാലത്ത് ഡൊണാൾഡ് ട്രംപിനെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ഇത് നമുക്ക് സാധ്യമായിരിക്കുന്ന പ്രായോഗികമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആണ്, അതിൽ നിന്ന് പിന്മാറരുത് എന്ന് വളരെ ശക്തമായി പറഞ്ഞെങ്കിലും ട്രംപ് പിന്മാറി. ഈ ട്രംപ് പിന്മാറിയതിന് ശേഷമാണ് വാസ്തവത്തിൽ സ്വാഭാവികമായിട്ടും ഒരു എഗ്രിമെൻറ്റിൽ വന്ന രണ്ട് രാജ്യങ്ങൾ ആ ഒബ്ലിഗേഷനിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ അത് പാലിക്കാൻ ഒരു രാജ്യത്തിനും ഉത്തരവാദിത്തമില്ല. അപ്പോൾ അന്ന് മുതലാണ് വീണ്ടും ഈ നമുക്കറിയാം വളരെയധികം ഈ ഉപരോധങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത് നിർത്തി.
അപ്പോൾ ആ രാജ്യത്തിൻ്റെ എണ്ണ സമ്പത്ത് വിറ്റ് ആ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വന്നപ്പോഴാണ് ഒരു പ്രഷർ ടാക്ടിക്സ് എന്നുള്ള നിലയ്ക്ക് വീണ്ടും അവർ ആണവ സമ്പുഷ്ടീകരണം നടത്താൻ തുടങ്ങിയത്. അപ്പോൾ അത്തരമൊരവസ്ഥയ്ക്ക്, അതായത് ഇന്ന് കാണുന്ന ജൂൺ 13 ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് സംഗതികൾ കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ നിങ്ങൾ കരാറിലേക്ക് വരണമെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അന്ന് മാത്രമല്ല, രണ്ടാമത്തെ ഒരു കാര്യം ഉള്ളത്, അദ്ദേഹം കഴിഞ്ഞ ഏപ്രിലിൽ, ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഏപ്രിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 60 ദിവസം തരികയാണ്, ഈ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എഗ്രിമെൻറ്റിലേക്ക് വരണം, കരാറിലേക്ക് വരണം. അപ്പോൾ എന്നിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്താണ്? നിങ്ങൾ ആണവ യുറേനിയം എൻറിച്ച്മെൻറ്റ്, ആണവ ആ ശക്തിയെ ശുദ്ധീകരിക്കാൻ, പ്യൂരിഫൈ ചെയ്യാൻ നിങ്ങൾ പാടില്ല, സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ അസമ്പുഷ്ടീകരണം, അവർ പറഞ്ഞ എന്താണ്? ഈ ലോകത്ത് ഇപ്പം നമുക്കറിയാം, ലോകത്ത് 31 രാജ്യങ്ങൾ ആണവ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ 9 രാജ്യങ്ങളാണ്, ഈ ഇസ്രായേൽ ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് 9 ആണവ രാജ്യങ്ങൾ, ആണവ ആയുധമുള്ള രാജ്യങ്ങൾ. ബാക്കിയുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ 31ഓളം രാജ്യങ്ങൾ ആണവ ശക്തി സമ്പുഷ്ടീകരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതൊരു രാജ്യത്തിൻ്റെ പരമാധികാരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ അവർ ഇറാൻ ഭരണകൂടം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നോ എൻറിച്ച്മെൻറ്റ് നോ ഡീൽ. അതായത് എൻറിച്ച്മെൻറ്റ് നടത്താനുള്ള ഇത് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കരാറിലേക്ക് വരാൻ കഴിയില്ല. കരാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ്, കരാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയും ഞങ്ങൾ എൻറിച്ച് ചെയ്തിരിക്കുന്നത്, ഇപ്പോഴത്തെ ഉള്ള പ്രശ്നം എന്ന് 60% എൻറിച്ച്മെൻറ്റ് നടത്തിയിരിക്കുന്നു, സമ്പുഷ്ടീകരണം നടത്തിയിരിക്കുന്നു. അത് ബോംബിൻ്റെ അടുത്തേക്ക് പോകുന്ന 85 or 90 ആയി കഴിഞ്ഞാൽ ബോംബ് ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് അത് അവസാനിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ വി ആർ റെഡി ഫോർ എഗ്രിമെൻറ്റ്, ഞങ്ങൾ എഗ്രിമെൻറ്റിലേക്ക് വരാൻ തയ്യാറാണ്, പക്ഷേ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്, അതായത് സമ്പുഷ്ടീകരണം നടത്താനുള്ള അനുവാദം തരണം, അതിനുവേണ്ടി ഞങ്ങൾ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഉൾപ്പെടെയുള്ളവർ വരാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ അത്തരം ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഗവർണേഴ്സിൻ്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് കൂടി തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ ഇറാനിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് അവർ ചില മാറ്റങ്ങൾ, ഈ സമ്പുഷ്ടീകരണത്തിൻ്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. അങ്ങനെ സമ്പുഷ്ടീകരണത്തിൻ്റെ മാറ്റം വരുത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ചെയ്യുന്ന എന്താണ്? സാധാരണഗതിയിൽ അത് ഈ രാജ്യങ്ങളോട് വിശദീകരണം ചോദിക്കും, ഇറാനോട് വിശദീകരണം ചോദിക്കും. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ ഇവരുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ തൃപ്തികരമല്ലെങ്കിൽ അവർക്കെതിരെ വീണ്ടും ഉപരോധങ്ങൾ, അവസാനത്തെ കൈ എന്നുള്ളതിലേക്ക് ആക്രമണം ഉൾപ്പെടെയുള്ളവ നടത്തുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗീകാരത്തോടെയാണ്. ഇവിടെ സംഭവിച്ചെന്താണ്? ബോർഡ് ഓഫ് ഗവർണേഴ്സിൻ്റെ ഒരു അറിയിപ്പ് വന്നതോട് കൂടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തുകയാണുണ്ടായത്. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടറായിട്ടുള്ള, സെക്രട്ടറി ജനറലായിട്ടുള്ള റഫായേൽ ഗ്രോസി പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ, അതായത് ഒരു രാജ്യം ഈ ആണവ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നുണ്ടോ എങ്കിൽ അതിനെതിരെ ആ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കാൻ ഒരു രാജ്യത്തിനും അവകാശമില്ല, അങ്ങനെ രാജ്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് ഈ ലോക സമാധാനം നിലനിൽക്കണം എന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു തെറ്റായി പോകുന്ന രാജ്യത്തെ നിയമപരമായി കരാറുകളിലൂടെ ആ കരാറിലേക്ക് കൊണ്ടുവരികയും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി, അന്തർദേശീയ ഏജൻസികളുണ്ട്, കൃത്യമായി അന്വേഷണം നടത്തുന്നവരാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, അങ്ങനെയുള്ള ഏജൻസിയുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യുകയാണ് വേണ്ടത്. അതല്ലാതെ ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് ചരിത്രപരമായി ഇസ്രായേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന, ഇവിടെ ഞാൻ കേട്ടുകൊണ്ടിരുന്ന തർക്കങ്ങൾ, ആ പലസ്തീൻ ഉൾപ്പെടെയുള്ള തർക്കങ്ങളുടെ ചരിത്രം ഈ സംഘർഷത്തിന് പിന്നിലുണ്ട്. ആ ചരിത്രം കൂടിയിട്ടാണ് ഈ ആക്രമണത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് കാണുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, അതൊരു ആണവ രാജ്യമാണ്, ആണവായുധമുള്ള രാജ്യമാണ്. ആണവായുധം കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് അവർ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഓരോ രാജ്യത്തിൻ്റെയും സുരക്ഷ ആ രാജ്യങ്ങൾക്ക് പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയിട്ടാവണം ഇറാൻ ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങാൻ അവരുടെ ആണവായുധങ്ങളില്ല നിലവിൽ. അപ്പോൾ ആണവായുധ പദ്ധതി അവർ രൂപീകരിച്ചെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് നെതന്യാഹു 9 ആറ്റം ബോംബുകൾ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? 9 ആണവ ശക്തികൾ, ആണവ ആയുധമുള്ള 9 രാജ്യങ്ങൾ ലോകത്തുണ്ട്, ഇസ്രായേൽ, ഇന്ത്യ ഉൾപ്പെടെ. അല്ല, ഇറാന്റെ പക്കലുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. 9 ആറ്റം ബോംബ്സ് തന്നെയാണ്. ഇറാന്റെ പക്കൽ ആണവായുധമില്ല. ഇറാൻ ചെയ്യുന്നത്
ഞാൻ പറഞ്ഞോ? അല്ല നെതന്യാഹുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ പറഞ്ഞില്ല. അതായത് ഇറാന്റെ കയ്യിൽ അല്ല സാർ, നെതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അംഗീകരിച്ചിട്ടുള്ളതല്ല. ആ സ്റ്റേറ്റ്മെന്റ് അന്തർദേശീയമായിട്ടുള്ള ഏജൻസികളൊന്നും അംഗീകരിച്ചിട്ടുള്ളതല്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് അന്തർദേശീയമായിട്ടുള്ള ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് ഇതിൻ്റെ ആധികാരികമായി വിവരം തരേണ്ടത്. അവരൊരു കാരണവശാലും ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ആക്രമണത്തിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് ഇത്തരം ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ കഴിയും. അത്തരമൊരു റാഷണയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ പിന്നിലുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു റാഷണൽ, അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആണവായുധം വികസിപ്പിച്ചാൽ അത് ഞങ്ങളുടെ നിലനിൽപ്പിന് ത്രെട്ടാണ് എന്ന ഒരു ആർഗ്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത്.